എല്ലാവർക്കും മല്ലുവുഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാത്രി ഒരുപാട് സിനിമകൾ OTT റിലീസ് ചെയ്യുന്നുണ്ട്. ആലപ്പുഴ ജിംഖാന, ഹണ്ട്, ഗെറ്റ് സെറ്റ് ബേബി, റെട്രോ തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ഒരു വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് പറന്ന് ചെല്ലാൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഭരതാണ് സിനിമയിലെ നായകൻ. ഇതൊരു മലയാള സിനിമയാണ്. ഈ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് മനോരമ മാക്സ് ആണ്. ഇന്ന് രാത്രി 12 മണിക്കാണ് പറന്ന് ചെല്ലാൻ സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് അയ്യറിൻ അറേബ്യ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് അയ്യറിൻ അറേബ്യ. മുകേഷ്, ധ്യാൻ, ഉർവശിയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു കോമഡി മൂവിയാണ്. ഇന്ന് രാത്രി 12 മണിക്ക് സൺനെസ്റ്റിലാണ് അയ്യറിൻ അറേബ്യയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഗാംഗേഴ്സ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. ഈ സിനിമ ഇന്ന് ആമസോൺ പ്രൈമിൽ എല്ലാ ഭാഷകളിലും OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ഇതൊരു കോമഡി മൂവിയാണ്. അടുത്തൊരു അപ്ഡേറ്റ് നെസിപ്പായ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. ഈ സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് സൺനെസ്റ്റിലാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഡോർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. ഭാവനയാണ് ഡോർ സിനിമയിലെ നായിക. ഡോർ എന്ന സിനിമ ഒരു ഹൊറർ ത്രില്ലർ സിനിമയാണ്. ഈ സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് സിംപ്ലി സൗത്തിലാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് മരണമാസം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി മൂവിയാണ്. ബേസിലാണ് സിനിമയിലെ നായകൻ. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് മരണമാസ് സ്വന്തമാക്കിയത്. ഇപ്പോഴിതെന്ന് സോണി ലീവിൽ മരണമാസ് OTT റിലീസ് ചെയ്തിട്ടുണ്ട്. സിനിമ എല്ലായിടത്തും അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് ബസൂക്ക. മമ്മൂട്ടിയാണ് ബസൂക്കയിലെ നായകൻ. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT C5 വാങ്ങിച്ചിരിക്കുകയാണ്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ വന്നിട്ടുണ്ട്. തിയേറ്ററുകളിൽ വിജയിക്കാൻ ബസൂക്ക സിനിമയ്ക്ക് സാധിച്ചില്ല. അതുകൊണ്ട് OTTക്ക് വേണ്ടി ആരാധകർ വെയിറ്റ് ചെയ്യുകയാണ്. മെയ് മാസം 30-ന് C5-ലായിരിക്കും ബസൂക്ക സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് തുടരുമെന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. 200 കോടി ക്ലബിൽ ഇടം പിടിച്ച സിനിമയാണ് തുടരും. ഈ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാർ ആണ്. തരുൺ മൂർത്തിയാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. തുടരും ഒരു ത്രില്ലർ സിനിമയാണ്. നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. ഈ സിനിമ റിലീസായിട്ട് 28 ദിവസം കഴിഞ്ഞിട്ടാണ് OTT റിലീസ്. അതായത് മെയ് മാസം 30-നായിരിക്കും തുടരും സിനിമ OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. ജിയോ ഹോട്ട്സ്റ്റാറിലാണ് സിനിമ റിലീസാവുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് റെട്രോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. സൂര്യ നായകനായ ഏറ്റവും പുതിയ സിനിമയായിരുന്നു റെട്രോ. ജയറാം സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് റെട്രോ സിനിമയ്ക്ക് ലഭിച്ചത്. സിനിമ പരാജയപ്പെടുകയും ചെയ്തു. ഇപ്പോഴിതാ നെറ്റ്ഫ്ലിക്സ് ആണ് റെട്രോ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ജൂൺ മാസം ഫസ്റ്റ് വീക്കിലാണ് റെട്രോ സിനിമയുടെ OTT റിലീസ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ടതുകൊണ്ട് തന്നെ പെട്ടെന്നാണ് റെട്രോ സിനിമയുടെ OTT വരാൻ പോകുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് സിക്കന്ദർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. എമ്പുരാൻ സിനിമയ്ക്കൊപ്പം ഇറങ്ങിയ സിനിമയായിരുന്നു സിക്കന്ദർ. രശ്മിക മന്ദാന, സൽമാൻ ഖാനാണ് സിക്കന്ദറിൽ അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് സിക്കന്ദർ. ഈ സിനിമയുടെ OTT ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് സിക്കന്ദറിന്റെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ OTTയിൽ കാണാൻ ആരാധകർ കാത്തിരിക്കുകയാണ്. മെയ് മാസം 30-ന് നെറ്റ്ഫ്ലിക്സിലാണ് സിക്കന്ദർ സിനിമയുടെ OTT റിലീസ്. മലയാളം അടക്കം എല്ലാ ഭാഷകളിലും അന്ന് തന്നെ റിലീസാവും. അടുത്തൊരു അപ്ഡേറ്റ് ആലപ്പുഴ ജിംഖാന എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ വിജയിച്ച സിനിമയാണ് ആലപ്പുഴ ജിംഖാന. നസ്ലിനാണ് സിനിമയിലെ നായകൻ. ഖാലിദ് റഹ്മാനാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ബോക്സിംഗിന്റെ കഥയാണ് ജിംഖാന പറഞ്ഞു പോകുന്നത്. ഇപ്പോഴിതാ ആമസോൺ പ്രൈമാണ് ജിംഖാനയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമയിൽ ഒരുപാട് കോമഡിയുണ്ട്. നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. ഇപ്പോഴിതാ ആലപ്പുഴ ജിംഖാന ആമസോൺ പ്രൈമിൽ റിലീസാവാൻ പോവുകയാണ്. മെയ് മാസം 25-ന് ആലപ്പുഴ ജിംഖാന ആമസോൺ പ്രൈമിൽ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഹണ്ട് ഒരു മിസ്റ്ററി ത്രില്ലർ സിനിമയാണ്. ഭാവനയാണ് ഹണ്ട് സിനിമയിലെ നായിക. ഇപ്പോഴത്തെ സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. മനോരമ മാക്സ് ആണ് ഹണ്ട് സിനിമ വാങ്ങിച്ചിരിക്കുന്നത്. മെയ് മാസം 23-നാണ് ഹണ്ട് സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ടുവെങ്കിലും ഹണ്ട് സിനിമയുടെ OTTക്ക് വേണ്ടി ആരാധകർ കാത്തിരിക്കുകയാണ്. അത്രയ്ക്കും ഡിമാൻഡാണ് ഹണ്ടിന്. മെയ് 23-ന് തന്നെ ഹണ്ട് സിനിമ റിലീസാവും. ഒഫീഷ്യൽ തീയതി ആയതുകൊണ്ട് മാറ്റം വരില്ല. അവസാനത്തെ അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഫാമിലി കോമഡി മൂവിയാണ് ഗെറ്റ് സെറ്റ് ബേബി. നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. സിനിമ വിജയിക്കുകയും ചെയ്തു. നല്ല കളക്ഷൻ ഗെറ്റ് സെറ്റ് ബേബി സ്വന്തമാക്കി. ഉണ്ണിമുകുന്ദൻ, നിഖില വിമലാണ് ഗെറ്റ് സെറ്റ് ബേബിയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ മനോരമ മാക്സ് ആണ് ഗെറ്റ് സെറ്റ് ബേബിയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ഈ മാസം സർപ്രൈസ് ആയിട്ട് വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. മെയ് മാസം 30-ന് മുന്നേ മനോരമ മാക്സിൽ ഗെറ്റ് സെറ്റ് ബേബി OTT റിലീസ് ചെയ്തേക്കും. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്?
ആണ്. അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ ഒരിക്കലും വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.